ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രജോദ് എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രജോദ്, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. എൻ്റെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയാണ് വധു. ഞാൻ ഒത്തിരി അടുത്ത് പെണ്ണ് കാണാൻ പോയി, അതൊന്നും നടന്നില്ല. അപ്പോഴാണ് എൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചി സജസ്റ്റ് ചെയ്തത്, ഇവളുടെയും കല്യാണം നടക്കുന്നില്ല, ജാതകത്തിന് എന്തോ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ ജാതകമൊക്കെ ഒന്ന് വെച്ച് നോക്കൂ, ചിലപ്പോൾ നടന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സാമ്പത്തികമായി അത്ര വലിയ ഉയർച്ചയൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ പെൺകുട്ടിയെ കാണാൻ നല്ല സുന്ദരിയാണ്, നല്ല സ്വഭാവമാണെന്ന് പണ്ട് തൊട്ട് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നീട് കല്യാണമൊക്കെ നിശ്ചയിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇനി ഇവിടെ താമസിക്കുന്നില്ല, ഞങ്ങൾ ഈ വസ്തു കൊടുക്കുകയാണ്, എന്നിട്ട് ഇവിടെ നിന്നും സിറ്റിയിലേക്ക് മാറാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അവിടെ ചെറിയൊരു വീട് അവരുടെ ബന്ധുവിൻ്റെ വീടാണ്, അത് വാങ്ങി അവർ കല്യാണത്തിന് മുമ്പേ അങ്ങോട്ടേക്ക് മാറി. ഞങ്ങളുടെ കല്യാണം അതുകൊണ്ട് സിറ്റിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസമൊക്കെ നിന്നെങ്കിലും ആ വീട്ടിൽ നിന്ന് എനിക്ക് ജോലിക്ക് പോകാൻ എളുപ്പമായതുകൊണ്ട് മിക്കവാറും ദിവസങ്ങൾ ഞങ്ങൾ അവിടെയായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അതിൽ ആദ്യം മുറുമുറുപ്പുണ്ടെങ്കിലും പിന്നീട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാതായി. ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ, നിന്നോട് ഒരു കാര്യം പറയുകയാണ്. എന്താ അമ്മ? എടാ, എനിക്ക് ഈ ജീവിതം മടുത്തു. അമ്മ എന്തായി പറഞ്ഞത്? അമ്മയ്ക്ക് എങ്ങനെ ജീവിതം മടുക്കുന്നത്? അമ്മയുടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്, എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ടുള്ള ജീവിതം ഒട്ടും അങ്ങോട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അമ്മയെ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്രയോ നാളുകളായി, എത്രയോ വർഷങ്ങളായി, ഇപ്പം എന്താ അമ്മയെ പറഞ്ഞത്? നിനക്കറിയാമല്ലോ, അങ്ങേര് വേറെ സ്ഥലത്ത് ഒരു കടയിൽ നിൽക്കുകയാണ്. വർഷങ്ങളായിട്ട് അവിടെയാണ് നിൽക്കുന്നത്. ആഴ്ചയിൽ 1-2 ദിവസം വരും, അപ്പോൾ പൈസയും തരും. അങ്ങനെയായിരുന്നു ജീവിതം. ഈ ഒരു മോളല്ലാതെ എനിക്ക് വേറെ മോളും ഉണ്ടായിട്ടില്ല. അങ്ങേർക്ക് അമിതമായ സ്നേഹമോ സംസാരമോ ഒന്നുമില്ല. നിനക്കറിയാമല്ലോ, നിനക്ക് നേരത്തെ അറിയാവുന്ന ആളല്ലേ പണ്ട് തൊട്ടേ. എനിക്കറിയാം, അച്ഛൻ പണ്ടേ നാട്ടിലൊന്നുമില്ലല്ലോ, വല്ലപ്പോഴും വരും, അത്രയേ ഉള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ മോളുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ത്രീയും ഒരു കൊച്ചും കൂടെ അവിടെ വന്നത്. അത് എൻ്റെ ഭർത്താവിൻ്റെ 2ാം ഭാര്യയാണെന്നും കുട്ടിയാണെന്നും അവർക്കും കൂടി ഈ വീട് വിൽക്കുമ്പോൾ ആവശ്യമുണ്ട് പണം എന്ന് പറഞ്ഞാണ് വന്നത്. അവിടെ വലിയൊരു വഴക്കിനും വക്കാണത്തിനുമൊക്കെ ഇടയൊരുങ്ങുകയായിരുന്നു. പക്ഷേ കല്യാണം എല്ലാം അടുത്തിരുന്ന സമയമല്ലേ, അതുകൊണ്ട് ഞാനും സമ്മതിച്ചു അവർക്ക് പൈസ കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് പൈസ കൊടുത്ത് അവരെ ഒഴിവാക്കി. ഈ പ്രശ്നം ആരും പറഞ്ഞില്ല. ഭർത്താവിന് അവരുടെ കൂടെ പോകാനായിരുന്നു താല്പര്യം. എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ, ചെറുപ്പക്കാരിയുമാണ്. അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണ സമയത്ത് ഇവിടെ കാണണമെന്ന്. അങ്ങനെ ഇത്രയും നാൾ അയാളോടെ പിടിച്ചു നിന്നു. ഇനി അയാൾ ഇങ്ങോട്ട് വരില്ല, അവരുടെ കൂടെ താമസിക്കാൻ പോവുകയാണ്. ഈ വീട് എൻ്റെയും മോളുടെയും പേരിലാണ്. ഇനി അയാളുമായിട്ട് യാതൊരു കണക്ഷനും എനിക്ക് ആഗ്രഹമില്ല. ലീഗലി ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ കാര്യം മ്യൂച്വലി അവർ പിരിഞ്ഞു. മാഡം, കുറച്ച് പ്രായമുണ്ട്, എന്നാലും പിരിഞ്ഞതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇങ്ങനൊരു ചതി വർഷങ്ങളായി അയാൾ ചെയ്യുന്നത് അമ്മായിമ്മയ്ക്ക് അറിയില്ലല്ലോ. പക്ഷേ വിവാഹമോചനം കഴിഞ്ഞ ശേഷം അമ്മായിമ്മയുടെ മട്ടുഭാവവും ഒക്കെ അങ്ങ് മാറി. നേരത്തെ വളരെ കുലീനയായിരുന്നു അവർ. പിന്നീട് എൻ്റെ ഭാര്യയുടെ ചുരിദാറൊക്കെ എടുത്ത് ഇടാൻ തുടങ്ങി. നേരത്തെ സെറ്റുമുണ്ട്, സാരി, നൈറ്റി പോലും ഇടാൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ടത്? അന്ന് അയാൾ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചു. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു സ്കേർട്ടും മിടിയും ഒക്കെ പണിടാൻ. അതൊന്നും നടന്നില്ല. ഇനിയിപ്പം ചുരിദാറെങ്കിലും ഇടാം. ഞാനും ഇനി കുറേ ഒരുങ്ങി നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, അമ്മ ഇനി ആരെ കാണിക്കാനാ? ആരെങ്കിലും കണ്ടോളും, നീ നിൻ്റെ കാര്യം നോക്ക്, നീ നിൻ്റെ ഭർത്താവിനെ കാണിച്ചാൽ മതി, എന്നെ കാണിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ അത് പറഞ്ഞ് വഴക്കായി. ഞാൻ പറഞ്ഞു, അമ്മ ഇനിയെങ്കിലും സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. ഒരു ചതി പറ്റിക്കഴിയുമ്പോഴേക്കും ആരുടെ മനസ്സാണെങ്കിലും ഒന്ന് നോവും. നമ്മളെന്തിനാ അമ്മയെ ശ്രദ്ധിക്കുന്നത്? അമ്മ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. അമ്മയ്ക്ക് ഇനി 2ാം കല്യാണം വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് 2ാം കല്യാണമൊന്നും വേണ്ട, ഞാൻ ഇനി ഒരു ജോലി കണ്ടെത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അമ്മ തന്നെയാണ് ടൗണിൽ നടന്ന് മോളിലൊരു ജോലി വാങ്ങിച്ചത്. പച്ചക്കറി നുറുക്കുകയാണ് അവിടുത്തെ കിച്ചൺ സെഷനിൽ. വലിയ സാലറി ഒന്നുമില്ല, എന്നാലും വലിയ പണിയൊന്നുമല്ല. നല്ല ഹൈജീനിക്കായി സുന്ദരിയായിട്ട് പോയിട്ട് ചെയ്തു വരാവുന്ന ഒരു ജോബാണ്. അമ്മയ്ക്കാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അമ്മ അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ പോകാൻ തുടങ്ങി. ചിലപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാകും, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് രാത്രി വരെയാകും. രാത്രിയാണെങ്കിൽ ഞാൻ പോയി അമ്മായിമ്മയെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാൻ
വായിക്കാൻ തുടങ്ങി. വരുന്ന സമയത്ത് കുറേയധികം പഴയ കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ അമ്മ പറഞ്ഞു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് ജിമ്മിൽ പോകാൻ താല്പര്യമുണ്ടോയെന്ന്. ഞാൻ ചോദിച്ചു, അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ലടാ, നീ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ജിം അല്ലെങ്കിൽ പ്രശ്നമാണോ? പ്രശ്നമൊന്നുമില്ല, നീ ജിമ്മിലൊന്ന് പോകാമോ? എനിക്ക് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുണ്ട്, നമുക്കൊരു ഓഫറുണ്ട്, അത് വെച്ച് നിനക്ക് ഫ്രീ ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ടൗണിലല്ലേ, എന്തായാലും അമ്മായിമ്മ പറഞ്ഞത് കേൾക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പോയി ജിമ്മിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ മുതലാളിക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. എൻ്റെ അമ്മായിയമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് കഴുത്തിന് ചുറ്റും നാം കാണാം. എനിക്കറിയാം, ഉമ്മ സുന്ദരിയല്ലേ, പണ്ടേ എങ്ങനെയായിരുന്നു, ഉമ്മ എൻ്റെ കൂടെ പഠിച്ചതാ എന്നൊക്കെ അയാൾ പറഞ്ഞു. എന്തായാലും അയാളും നല്ലപോലെ ജിമ്മൊക്കെ ചെയ്ത് ഫിറ്റ് ബോഡി കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പിന്നീട് ഒരു ദിവസം അയാളുടെ കൂടെ മദ്യപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഒരു ലക്കിയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്? അല്ല, ഭാര്യയുമുണ്ട് അമ്മായിമ്മയുണ്ട്, രണ്ടുപേരുടെ നടുക്കാണല്ലോ നീയെന്ന്. ഞാൻ ചോദിച്ചു, സാറെന്താ അങ്ങനെ പറഞ്ഞതെന്ന്? അല്ല, നിൻ്റെ അമ്മായിമ്മയെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. പ്രീ ഡിഗ്രി മുതൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. പക്ഷേ അവരിങ്ങനെ ചെറിയൊരു സെറ്റപ്പിലേക്ക് മാറുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. അന്നേ വലിയൊരു സഹകരണ മനോഭാവക്കാരിയാണ്. ഞാൻ ഓർത്തു അവരെ വല്ല ബിസിനസ് മാഗ്നറ്റും കല്യാണം കഴിക്കുമെന്ന്. പക്ഷേ ഇങ്ങനെയൊരുത്തം കല്യാണം കഴിച്ച് ഒരു മോളുമായി ദുരന്തമാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്തൊരു സൗന്ദര്യമുള്ള ആളായിരുന്നെന്ന് അറിയാമോ? ഇപ്പോഴും അവരുടെ സൗന്ദര്യമൊന്നും പോയിട്ടില്ല എന്നയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ എന്ന് വെച്ചിട്ട് അമ്മയും മകളൊന്നും പറഞ്ഞത് ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ സാന്ത്വനിപ്പിച്ചു. അതൊന്നൊരു കാര്യമില്ല, സ്പോർട്സ്മാൻ സ്പീഡിലെടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് അവൾക്ക് നിന്നോട് ഒത്തിരി താല്പര്യമുണ്ട്. ആർക്ക്? ഉമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ മരുമകൻ അവൻ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. അവനെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരനാണ്, പക്ഷേ ജിം ബോഡിയുടെ അവൻ വേണം. എങ്കിൽ മാത്രമേ അവൻ കാണാൻ കൊള്ളാവുന്ന ഒരാണാകൂ. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ നിനക്ക് 6 പാക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പോൾ ചോദിക്കുകയും ചെയ്തു, നീ എന്തിനാണ് മരുമകന് 6 പാക്ക് ഉണ്ടാക്കുന്നതെന്ന്? അതെൻ്റെ മരുമകൻ നന്നായിരിക്കട്ടെ, എൻ്റെ മകൾക്കല്ലേ അതുകൊണ്ട് ഗുണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ അവൾ നിന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം, അവൾ പിടിച്ചാൽ പിടിവിടില്ല. അവൾ ഒരു ചിത്രശലഭം പോലെയാണ്, പറ്റിപ്പിടിച്ചിരിക്കും. അവളുടെ ഉള്ളിൽ നീ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാർ എന്ത് തോന്നിയാസേ പറഞ്ഞത്? എടാ, ഞാൻ തോന്നിയാസല്ല പറഞ്ഞത്. നിൻ്റെ അമ്മായിമ്മ അവൾ നിന്നെ നോട്ടമിട്ട് കഴിഞ്ഞു. ഇനി എന്നാണ് അവൾ അരിയാട്ടി നിനക്ക് ദോശ ചുട്ടു തരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾ ദോശ ചുടാൻ വരുമ്പോൾ ദോശ വേണ്ടാമെന്ന് പറയരുത്, ദോശയും ചമ്മന്തിയും കൂട്ടി നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ വെറുതെ പറയാണ്. അല്ല, സത്യമാണെന്നൊക്കെ പറഞ്ഞ് അയാൾ കുടിച്ച ആ സമയത്ത് സത്യം ചെയ്തു. ഞാൻ അത്ര വിശ്വസിച്ചില്ല. എങ്കിലും അമ്മായിമ്മയുടെ ചെയ്തികളും മാറ്റങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പണ്ട് ഇവർ മോഡേണാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ട്, അതായത് ആദ്യ ഭർത്താവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് അങ്ങയുടെ ഇഷ്ടത്തിൽ നിന്നാണ് അവർ ഇങ്ങനൊരു പഴഞ്ചൻ വീട്ടമ്മയായിപ്പോയത്. പണ്ടത്തെ അഗ്നികൾ ഇപ്പോഴും അവരിൽ ജ്വലിക്കുന്നുണ്ട്. അതാണ് വിവാഹമോചനം ചെയ്ത് അവർ മോഡേൺ ആകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ അവർ പഴയ സൗഹൃദങ്ങളും പഴയ പല ബന്ധങ്ങളും വീണ്ടെടുത്തിരിക്കുന്നു. അവർ ആക്റ്റീവായി കളത്തിലിറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരെക്കുറിച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കൊത്തിരി ഇൻഫർമേഷൻസ് കിട്ടും എന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ സാറിനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന്. പണ്ടുണ്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ. പിന്നീട് അവൾ ഈ സമയത്ത് ഇങ്ങോട്ട് വന്ന് എന്നെ മുട്ടുകയായിരുന്നു. ഇപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ നോട്ടമുള്ള സമയമാണ്. ഇവൾ വന്നപ്പോൾ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവളുടെ ആ എനർജി പണ്ടത്തെ പോലെ തന്നെയുണ്ട്. പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവളും ഒരു നാൾ നിന്നിൽ കൂടണമെന്ന സമയം വരും. ആ സമയത്ത് മോനെ, നീ അവളെ വിട്ടുവിടരുത്. നിനക്ക് അസുലഭമായൊരവസരം കിട്ടും. അപ്പോൾ നീ നോ എന്ന് പറയരുതെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടു, മനസ്സിൽ വെച്ചു. അമ്മയോട് ഞാൻ സ്നേഹത്തോടുകൂടി പെരുമാറി. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യ ഗർഭിണിയായി. അപ്പോൾ അവൾ ഫുൾ ടൈം അവളുടെ വീട്ടിലായി. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും മാഡം. അപ്പോൾ ഒരു ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ചെറിയ വേദനയൊക്കെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു. കുറേയധികം പൈസ ചിലവായി, മരുന്നും മന്ത്രം എല്ലാം കൂടെ. അന്ന് സാമ്പത്തികമായി ഞങ്ങൾക്ക് പൊതുവെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നീട് അവളുടെ ചികിത്സയൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഇനി വരാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അമ്മായിമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾ തന്നെ ഉള്ളപ്പോഴാണ്, പുള്ളിക്കാരിയും കൊണ്ട് ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നമുക്കിനി ഒത്തിരി പണം ആവശ്യമായി വരുമെന്ന് തോന്നുന്നു. ഇവിടെ
പ്രസവവും ഗർഭവും ഒക്കെ റിസ്ക്കാണ്. ഞാൻ പറഞ്ഞു ശരിയാമേ, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിന്നോട് പ്രാക്ടിക്കലായുള്ളൊരു കാര്യം പറയാം. നിനക്കിപ്പോൾ 6 പാക്ക് ആയോടാ എന്ന് ചോദിച്ചിട്ട് എൻ്റെ വയറിൽ തൊട്ട് നോക്കി. ഞാൻ പറഞ്ഞു ആയി. എന്താമേ? ആ എങ്കിൽ ഇനി രക്ഷയായെന്ന്. ഞാൻ അത് കേട്ട് ഞെട്ടിത്തിരിച്ചു. ഇനി സാറ് പറഞ്ഞതുപോലെ ഇതിനുള്ള സമയം വല്ലതുമായെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഇത്രയും ക്രിട്ടിക്കലായ സമയത്ത് അമ്മായിമ്മ എന്തിനാണ് എന്നോട് റൊമാൻസ് എടുക്കുന്നത്? അതല്ല, ഇത് വേറെന്തോ ഐഡിയയാണ്. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, നീ ഇവിടെ ബൈക്ക് നിർത്ത്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആളൊഴിഞ്ഞ ഹൈവേയിൽ ഞങ്ങൾ ബൈക്ക് നിർത്തി. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അമ്മായിമ്മ പറഞ്ഞു, എടാ എനിക്ക് പ്രായമായി, ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക വരെ മാത്രമേ കിട്ടുകയുള്ളൂ. ചെറുപ്പമായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒത്തിരി പണം ഉണ്ടാക്കാൻ പറ്റിയേനെ. ഞാൻ ചോദിച്ചു, അമ്മ എന്തൊക്കെയാണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ ഞാൻ പറയാം, മാളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. അവർക്ക് ചില സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അവർ വലിയ വലിയ സ്ത്രീകൾ, അതായത് സമ്പന്നരായ സ്ത്രീകളുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതിൽ വീട്ടിൽ തന്നെ ഫ്രസ്ട്രേറ്റായി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പണമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ പുറത്തിറങ്ങിപ്പോയി പല ആക്ടിവിറ്റികൾക്കും അവർക്ക് മടിയാണ്, വയ്യ, സാഹചര്യമില്ല, അല്ലെങ്കിൽ നാണക്കേട്, പലവിധ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യമാണില്ലാത്തത്. ആ സ്വാതന്ത്ര്യത്തിന് പകരമായി അവരുടേതായ സമയങ്ങളിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, ചിലപ്പോൾ പകലായിരിക്കാം, ചിലപ്പോൾ രാത്രിയായിരിക്കാം, ചിലപ്പോൾ 2-3 മണിക്കൂറായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളിൽ ഒന്ന് കൂട്ടു നിൽക്കാമെങ്കിൽ പണം അള്ളി അള്ളി കിട്ടും. കാര്യം അവർക്ക് പണമില്ലാത്തവരല്ല, പണം കൊടുക്കാനില്ലാത്തവരുമല്ല. പക്ഷേ ഇറങ്ങിപ്പോകാൻ പലതുകൊണ്ടും സാഹചര്യമില്ല, അല്ലെങ്കിൽ പലതുകൊണ്ടും അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അകപ്പെട്ടു പോയ ആ നിരാലംബരായ വീട്ടമ്മമാർക്ക് നീ ഒരു കമ്പനി നൽകുക. അവിടെ വേറെയും ചെക്കന്മാരുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർക്ക് ഈ മോഡൽസിനെ പോലെ 6 പാക്കുള്ള ആണുങ്ങളെയാണ് ഇഷ്ടം. രണ്ടാമത് ഏകദേശം ഒരു 25-26 വയസ്സ് മാത്രമേ ആകാവൂ. നീ 25 എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ 25 വിശ്വസിക്കൂ. കാര്യം അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, നീ ജിമ്മിൽ പോകൂ, അപ്പം നീ ട്രിമ്മാകും. കാരണം നിൻ്റെ മുഖം ചെറുതാണ്, ഒരു ചെറിയ പയ്യനെ പോലെ. ജിമ്മിൽ പോയപ്പോൾ ഇപ്പോൾ കറക്റ്റായി. 25 എന്ന് പറഞ്ഞാൽ മതി. അമ്മ എന്തൊക്കെ ഈ പറഞ്ഞത്? വട്ട് വല്ലതുമുണ്ടോ? എനിക്ക് വട്ടും കുപ്പിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി. എങ്കിലേ നമുക്ക് ഫിനാൻഷ്യലി രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അമ്മേ, അവൾ എന്ത് വിചാരിക്കും? അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബജീവിതം തകരില്ലേ? പിന്നെ കുടുംബജീവിതം എന്ത് തകരാനാ? അവളോട് പറഞ്ഞിട്ടാണോ നമ്മൾ ആറാടാൻ പോകുന്നത്? അപ്പോൾ നീ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. എൻ്റെ മോള് വീട്ടിൽ കുഞ്ഞിനെ നോക്കിയിരുന്നോളും. നമ്മൾ 2 പേരും കൂടി പല വഴിക്കൊന്ന് സമ്പാദിച്ച് നല്ല പണം ചേർക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ മെച്ചമായിട്ട് കഴിയാം. നീ ഞാൻ പറഞ്ഞത് കേൾക്കണം മോനെ. നമുക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. നമുക്ക് നല്ലൊരു വീട് വെക്കണ്ടേ? നമുക്ക് അടിസ്ഥാനം ഉണ്ടാക്കണ്ടേ? അമ്മയ്ക്ക് ഇത്രേ പറ്റുള്ളൂ. അമ്മേ, ഉള്ളത് മതിയെന്ന് ഞാൻ പറഞ്ഞതാണ്. പുള്ളിക്കാർ സമ്മതിക്കില്ല. നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ജിമ്മിന് അയച്ചത് അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. നമുക്ക് രക്ഷപ്പെടാൻ മോനെ എന്ന് പറഞ്ഞ് അമ്മായിമ്മ നിർബന്ധിച്ചു. എന്തായാലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ എന്നോട് അതിൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ പറഞ്ഞു തന്നു. കാര്യം മറ്റു ചേച്ചിയില്ലേ, അവരാണ് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തുന്നത്. പകൽ സമയത്താണെങ്കിൽ അമ്മായിമ്മ എൻ്റെ കൂടെ വരും. ഉച്ച കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ ഞാൻ ലീവ് എടുക്കും. ലീവ് എടുക്കാൻ എനിക്ക് ഇഷ്ടംപോലെ ലീവുകളുണ്ട്. ആ സമയത്ത് എടുത്തിട്ട് അമ്മായിമ്മ ഞാനും കൂടെയാണ് ചില വലിയ വീടുകളിൽ പോകുന്നത്. അവിടെ അമ്മായിമ്മ ഏറ്റവും സുന്ദരിയായിട്ടാണ് വരുന്നത്. അവിടുത്തെ വീട്ടമ്മ മാത്രമേ കാണുകയുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരമ്മയും മകനും അവിടേക്ക് ചെന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ. എന്നിട്ട് അമ്മായിമ്മ അവിടുത്തെ സ്വീകരണ മുറിയിലിരിക്കും. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, ചിലപ്പോൾ 5 മണിക്കൂർ വരെ അവരവിടെ കാത്തിരിക്കും. അകത്ത് ഞാൻ ചെല്ലും. അവിടുത്തെ വീട്ടമ്മ, അല്ലെങ്കിൽ കൊച്ചമ്മ എന്ന് പറയാം, കൊച്ചമ്മയുടെ ഇഷ്ടത്തിന് എന്തെല്ലാമാണ് ഇഷ്ടങ്ങൾ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്നെ കാണുമ്പോൾ അവരുടെ കണ്ണിൽ പൂത്തിരി കത്തുന്നതനുസരിച്ചിട്ടായിരിക്കും എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ. എന്നോട് അമ്മായിമ്മ പറഞ്ഞു, നീ കറക്റ്റായിരിക്കണം, അവർക്ക് സന്തോഷം പകർന്നു നൽകണം. ഒരിക്കൽ പോലും അവർ നിന്നെ രണ്ടാമത് വിളിക്കാതിരിക്കരുത്. നിനക്ക് ആദ്യം തന്നെ പറഞ്ഞതിൽ കൂടുതൽ തുക കിട്ടുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളും മോളെ വിളികളും ഒക്കെ നീ പുറത്തെടുക്കണം. ഇത്തിരി പ്രായമുണ്ടെങ്കിലും ഇളം പെണ്ണിനെ പോലെയാണ് അവരെന്ന് നീ കാതിൽ മന്ത്രിക്കണം. അതുമാത്രമല്ല, അടിമുടി അവരെ പുകഴ്ത്തണം. പല പെണ്ണുങ്ങൾക്കും ഭർത്താക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് യാതൊരു വിധത്തിലുള്ള
തരത്തിലുള്ള ചലനങ്ങളും ഇല്ലാതിരിക്കുകയായിരിക്കും. അവർ സ്നേഹത്തിനും സാറ്റിസ്ഫാക്ഷനും ഒരു തലോടലിനും വേണ്ടി കൊതിക്കുകയാകും. അതാണ് നീ പകർന്നു നൽകേണ്ടത്. നീ കൃത്രിമമായി സ്നേഹവും മറ്റു കാര്യങ്ങളും പ്രകടിപ്പിക്കണം. അതിലൂടെ അവരുടെ മനസ്സിനെ കൈയടക്കണം. അതോടെ നിനക്ക് വരാൻ പോകുന്നത് ഇഷ്ടം പോലെ പണമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. സ്നേഹപൂർവ്വമുള്ള പ്രകടനങ്ങൾ കൊണ്ട് നീ അവരുടെ ഇഷ്ടം സ്വന്തമാക്കണം. മാഡം, ഇങ്ങനെ മാസത്തിൽ 4-5 തവണ അമ്മായിമ്മയും ഞാനും കൂടെ പകൽ സമയത്ത് പോകും. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി. ഞാൻ ജിമ്മിൽ ശരിക്കും വർക്കൗട്ട് ചെയ്ത് കുറെ കൂടി മെച്ചപ്പെട്ടു മാഡം. ഇപ്പോൾ കറക്റ്റ് ഞാൻ ഫിറ്റാണ്. ഒരു മോഡലിനെ പോലെ ഫിറ്റായിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും പലരുടെയും കണ്ണ് എന്നിൽ വീഴാറുണ്ട്. പക്ഷേ അവർക്കൊക്കെ മോഹം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ പറ്റില്ലെന്ന് അമ്മായിമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരിയുടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവിടെ വെച്ച് പലപ്പോഴും ചിലപ്പോൾ ഇടയ്ക്ക് ബന്ധുക്കളൊക്കെ വരും. ആ സമയത്ത് എല്ലാം അവസാനിച്ച് ഞങ്ങൾ സോഫയിൽ വന്നിരിക്കുമ്പോഴേക്കും അവിടെ ഞങ്ങളെ വിളിച്ചു വരുത്തി ആ വീട്ടമ്മ പറയും, ഇത് എൻ്റെ മോളുടെ സുഹൃത്തിൻ്റെ അമ്മയും ചേട്ടനുമാണ്, ഇതുവഴി പോയപ്പോൾ കയറിയതാണ്. ചിലർ പറയും കുഞ്ഞമ്മയാണ്, അമ്മായിയാണ്, അമ്മായിയും മോനുമാണ്. ഇങ്ങനെയൊക്കെ പല സമയത്തും പിടിക്കപ്പെടാൻ ഇടയുള്ള സാഹചര്യങ്ങളിലെല്ലാം അമ്മയുടെ സാന്നിധ്യം എനിക്കൊത്തിരി സഹായമായിട്ടുണ്ട്. അമ്മ പറഞ്ഞു, ഇതെങ്ങനെയുണ്ട്, മറ്റുള്ളവർ പരീക്ഷിക്കാത്തൊരു കാര്യമില്ലേന്ന്. ഞാൻ അമ്മയ്ക്ക് കൈ കൊടുത്തു. അങ്ങനെ മാഡം കണ്ടിന്യൂസ് ആയിട്ട് ഞാനും അമ്മയും കൂടെ ചേർന്ന് വർക്ക് ചെയ്തു. എൻ്റെ ഭാര്യയുടെ പ്രസവം എടുത്തപ്പോഴേക്കും ഞാൻ പറയാം, ഞങ്ങളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ മീതി ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയപ്പോഴാണ് അമ്മായിമ്മ എന്നോട് പറഞ്ഞത്, എന്തായാലും ഇനിയിപ്പോൾ 56 കഴിഞ്ഞിട്ടല്ലേ കാര്യങ്ങളൊക്കെ ശരിയായി വരും മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മതി, നമുക്ക് മറ്റു വർക്കുകളുണ്ടല്ലോ എന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എന്നാലും എനിക്കിപ്പോൾ തോന്നുന്നത് ഈ സമയത്താണ് എനിക്ക് വരാൻ പറ്റിയ സമയമെന്ന്. വേണ്ടമ്മയെന്ന് ഞാൻ പറഞ്ഞതാണ്. അമ്മ പറഞ്ഞു, ഇത്രയും സഹായങ്ങൾ നിനക്ക് ഞാൻ ചെയ്തു, പല കാര്യങ്ങൾക്കും ഞാൻ കൂട്ടിരുന്നിട്ടുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ നിന്നെ ആദ്യമായി സ്വന്തമാക്കണമെന്നില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പരീക്ഷിച്ച് നോക്കിയേ മതിയാകൂ. എന്തോ എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ നിർബന്ധിച്ചു. അപ്പോൾ മാഡം, ഭാര്യയുടെ കൂടെയാണ് ഞാനും അവിടെ താമസിക്കുന്നത്. ഞങ്ങളൊരു മുറിയിലാണ്. പക്ഷെ അമ്മായിമ്മ അന്ന് സ്ട്രിക്റ്റായിട്ട് എന്നോട് പറഞ്ഞു, അവൾ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും പുറത്തേക്ക് ചെല്ലണമെന്ന്. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി. ഇത് സംഭവിച്ചിട്ട് ഏതാനും മാസങ്ങൾ പോലും ആയിട്ടില്ല മാഡം. ആദ്യമായി അമ്മായിമ്മ പുറം ലോകത്ത് തെളിഞ്ഞ ചന്ദ്രനെ സാക്ഷിയാക്കി അവിടുത്തെ മുറ്റത്ത് സിറ്റിയുടെ നടുക്കാണ്. സത്യം പറഞ്ഞാൽ സിറ്റിയുടെ വെട്ടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു പരിഭവമില്ലായിരുന്നു. അവർ സത്യം പറഞ്ഞാൽ എന്നോട് ഒത്തിരി ഇഷ്ടം പ്രകടിപ്പിച്ചു. നാവുകൊണ്ട് മഹേന്ദ്രജാല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കലാകാരിയാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ജിം ഉടമ അവരെപ്പറ്റി ഒത്തിരി ഉയർന്ന കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പെണ്ണുങ്ങൾക്കില്ലാത്ത ഒത്തിരി നല്ല ഗുണങ്ങൾ അവർക്കുണ്ട്. അവരുടെ സന്തോഷമല്ല അവർക്ക് ലക്ഷ്യം. സാധാരണ സ്ത്രീകൾ, ആണുങ്ങൾ അവരെ അറിയണമെന്നല്ലേ വിചാരിക്കുക. പക്ഷേ അമ്മായിമ്മ ആ ടൈപ്പല്ല. ആണുങ്ങളെ ശരിക്കും അറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു ഉയർന്ന തലത്തിൽ പെരുമാറുന്ന ഒരു പ്രത്യേക മന്ദഗാമിനിയാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ അവരുടെ ആരാധകനായി മാറി മാഡം. പിന്നീട് പലപ്പോഴും ഞങ്ങൾ വർക്കുകൾ ഒന്ന് ചെയ്യാൻ ഇപ്പോൾ പോകുമെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് കാമുകന്മാരെ പോലെയാണ്. മാഡം ഇപ്പോൾ 56 കഴിഞ്ഞു. ഭാര്യ ഇതുവരെ ഒന്നും എന്നോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ അവൾ ആഗ്രഹം പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മായിമ്മ കാണിച്ചു തരുന്ന എല്ലാവരോടും അമ്മായിമ്മ പറയുന്ന പോലെ പ്രവർത്തിക്കാനാകും. അതേപോലെ തന്നെ അമ്മയോടും എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല സ്നേഹവുമാണ്. പക്ഷേ എനിക്ക് ഭാര്യയോടിപ്പോൾ യാതൊരു താല്പര്യം തോന്നില്ല. അവളോട് എങ്ങനെ അടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് മറുപടിയില്ല. എൻ്റെ പ്രശ്നം അമ്മായിമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കണ്ടാൽ മതിയെന്ന്. പക്ഷേ എനിക്കെന്തോ എൻ്റെ ഭാര്യയെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് എൻ്റെ മനസ്സ്. ഇത് കുളമാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അമ്മായി പറയുന്ന കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ. പക്ഷേ മറ്റാരെയാണെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാം. എനിക്ക് ഇവളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഡം. കാര്യങ്ങൾ കുഴപ്പമാകുമെന്ന് ഭയക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പെട കിട്ടേണ്ട ആവശ്യമുണ്ട്.
കാരണം നിങ്ങളുടെ ഭാര്യ അവർ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. ഇത്രയും നാൾ അവരുടെ സ്നേഹം ഉണ്ടായിരുന്നു. അവരോട് ഇപ്പോൾ ഒട്ടും സ്നേഹമില്ല. പക്ഷേ എവിടെയോ അമ്മായിയമ്മ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു പെണ്ണും അല്ലെങ്കിൽ അപരിചിതരാകട്ടെ ആരാകട്ടെ ഒരു പ്രശ്നവുമില്ല, അമ്മായിയമ്മയോട് പ്രശ്നമില്ല. പക്ഷേ സ്നേഹിച്ചു കൂടെ കഴിയുന്ന ഭാര്യയോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ അഹങ്കാരവും അവിവേകവും അല്ലേ അത്? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയതിനോടെല്ലാം നിങ്ങൾക്ക് വലിയൊരു കുറ്റബോധമുണ്ട്. ഇപ്പം അമ്മായിയമ്മയാണെങ്കിലും അവരുടെ ഹിസ്റ്ററി അറിയാം. ഇനി വിളിച്ച പെണ്ണുങ്ങളാണെങ്കിലും അവർ ശരിയില്ലാത്ത പെണ്ണുങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ ഭാര്യ സത്യസന്ധയാണെന്നും നല്ലൊരു സ്ത്രീയാണെന്നും അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധം നിങ്ങളെ വിലക്കുന്നതാകാൻ കാരണം. ഇനിയിപ്പോൾ അത് ശരിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പണം കിട്ടിയല്ലോ, ഇപ്പോൾ സെറ്റപ്പ് ആയല്ലോ, ആ ഒരു ഗർഭം പ്രസവം കോംപ്ലിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുക. എന്നിട്ട് ഭാര്യയുമായി സന്തോഷത്തോടുകൂടി കഴിയുക. ഭാര്യ മാത്രമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം തിരിച്ചു വരും, കാര്യങ്ങളൊക്കെ ആകും, കുറ്റബോധം ഒഴിഞ്ഞു പോകും. അതല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായ ഒരു രീതിയും മനസ്സ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാര്യം ആരായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും ഞാൻ കർമ്മനിരതനായിരിക്കും എന്നുള്ള രീതിയിൽ മുന്നും പിന്നും നോക്കാതെ മനസ്സിൻ്റെ കളികൾക്ക് വിധേയനാകാതെയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വയം അത് പറ്റില്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. പക്ഷേ ഒന്നുകിൽ നല്ലവനാണ്, ഇല്ലെങ്കിൽ എല്ലാം മാനേജ് ചെയ്യണം. ഈ രണ്ട് വഴിയല്ലാതെ കുടുംബം കലക്കുന്ന വഴികളിലേക്ക് പോകാതിരിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക, പാവപ്പെട്ട ആ സ്ത്രീയെ വേദനിപ്പിക്കാതിരിക്കുക, തരികിടകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്.